ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ശാന്തമി രാത്രികൾ എന്ന ജയരാജിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ അണിയറ പ്രവർത്തകരുമായി നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അവതാരിക ജാസി ഗിഫ്റ്റിനോട് വേടനെ പറ്റി ചോദിച്ചപ്പോൾ ജാസി ഗിഫ്റ്റ് വേടനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയത്. അതായിരുന്നു ഈ കാണുന്ന വീഡിയോയിലുള്ളത്. റാപ്പ് മ്യൂസിക്കിൽ യൂത്ത് ഏക്കറാണ് ഡബ്സിയും അതുപോലെ വേടനൊക്കെ. ഇപ്പൊ വേടന്റെ ഒക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഹലോ സമയമായി 6 മണിക്കാ. അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ. ജാസികത്തരം ഹ്യൂമറുള്ള സെൻസ് ഓഫ് ഹ്യൂമർ ഒരാളാണ്. 6 മണിക്കാണ് ഗാനം. കുഴപ്പമില്ല. അല്ല, ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളില്ല കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ ജാസി ഗിഫ്റ്റിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടവും അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള ആ ഒരു ഇഷ്ടവും അടുപ്പവും എല്ലാം തീർത്തും ഇല്ലാതെ പോയി എന്നുള്ളതാണ് സത്യം. ജാസി ഗിഫ്റ്റിനെ ഇതിനു മുമ്പ് ഒരു കോളേജ് പ്രിൻസിപ്പാൾ സ്റ്റേജിൽ നിന്ന് ഇറക്കിയൊക്കെ വിട്ടിരുന്നു. ആ സമയത്ത് ജാസി ഗിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നായിരുന്നു. എന്നാൽ ഇന്ന് ആ പ്രിൻസിപ്പാൾ ചെയ്തത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിരുന്നു എന്നാണ് തോന്നിപ്പോകുന്നത്. ജാസി ഗിഫ്റ്റിന് അധികം മലയാള സിനിമകളിൽ അവസരങ്ങൾ കിട്ടാതെ പോകുന്നതും ഇതേപോലെയുള്ള ദുഷിച്ച മനസ്സുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം ഇതോടുകൂടി ബോധ്യമായി. അതുപോലെ ഈ ഒരു വീഡിയോ നോക്കിയാൽ അറിയാം, ജാസി ഗിഫ്റ്റിനോടൊപ്പം തന്നെ വേടനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ഡയറക്ടർ ജയരാജും അതുപോലെ തന്നെ ടിനി ടോമും വേടനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കളിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അവരുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് വേടനെ പറ്റി ചോദിച്ചപ്പോഴുള്ള ജാസി ഗിഫ്റ്റിന്റെ ആ ഒരു പ്രതികരണത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക.